ഇസ്രായേലിനെ ആക്രമിക്കാൻ ഹമാസിന് $500 മില്യൺ ഇറാൻ സഹായിച്ചിട്ടുണ്ട് എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അവകാശപ്പെട്ടു. അദ്ദേഹം പറയുന്ന കാര്യം, ഹമാസിൻ്റെ മുൻ നേതാക്കൾ താമസിച്ചിരുന്ന ഗാസയിലെ ബങ്കറുകളിൽ IDF നടത്തിയ അന്വേഷണത്തിൻ്റെയും തിരിച്ചറിയൽ പരേഡിൻ്റെയും ഭാഗമായിട്ടാണ് തങ്ങൾക്ക് അവർ തമ്മിൽ പരസ്പരം കൈമാറിയിരിക്കുന്ന രേഖകൾ പിടിച്ചെടുക്കാൻ സാധിച്ചത്. അതിൽ വളരെ കൃത്യമായ രീതിയിൽ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. 100% ഹമാസിനെ തങ്ങൾ സഹായിക്കുമെന്നുള്ളതും ഈ മഹത്തായ ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടി കൈവരിച്ചുകൊണ്ട് നമ്മൾ ലോകത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുമെന്നുള്ള സന്ദേശങ്ങൾ ഇതിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നു എന്നുമാണ് ഇസ്രായേൽ കാറ്റ്സ് പറയുന്നത്. IDF സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾ പ്രതിരോധിക്കേണ്ട രീതികളെക്കുറിച്ചുള്ള പരാമർശത്തോടൊപ്പം തന്നെ മുഹമ്മദ് ദെയ്ഫും യഹ്യ സിൻവാറും ഇറാനിലെ സംഘടനയുമായിട്ട് കരാറുണ്ടാക്കിയതിൻ്റെ ഒപ്പുകളും അതിൻ്റെ വിവരണങ്ങളും കൂടി ആ ഭാഗത്തുണ്ട്. എന്നാൽ ഇത് എത്രത്തോളം സ്ഥിരീകരിക്കാൻ പറ്റും, വിശ്വാസയോഗ്യമാണ് എന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഇപ്പോൾ തന്നെ 2 അഭിപ്രായമായിട്ട് പുറത്തു വരുന്നു. കാര്യം എന്ന് പറയുന്നത്, ഇസ്രായേൽ പറയുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ കണ്ണും പൂട്ടി വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള അഭിപ്രായം യഥാർത്ഥത്തിൽ ഇപ്പോൾ തന്നെ ലോകരാജ്യങ്ങൾക്കിടയിൽ ഉണ്ട് എന്നതിനാൽ ഇതൊരു സ്ഥിരീകരണമുണ്ടോ എന്ന കാര്യം കണ്ടറിയണം എന്നുള്ള അഭിപ്രായമാണ് പല മേഖലയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.